അഫിലിയേറ്റ് ആവണതിന് മുമ്പ് വലുതായിട്ട് പഠിക്കണം എന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കളി വിട്ടുള്ള പഠിത്തമില്ല. എല്ലാവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന് അറിയുമ്പോൾ കിട്ടുന്ന റിയലൈസേഷൻ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് ശരിക്കും അറിയില്ല. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, അതിൻ്റെ ഇടയിൽ കൂടി കലകളും കൊണ്ടുപോയി. അപ്പോൾ ബികോം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ACC ചെയ്യുന്നതെങ്കിൽ ഒരു 6 years അല്ലെങ്കിൽ 5 years എന്തായാലും എടുക്കും. അപ്പോൾ അതിനേക്കാളും അത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് വിത്തിൻ 3 years നമുക്കത് രണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓരോ പേപ്പർ പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ ഇൻഡസ്ട്രിയിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ട്യൂട്ടേഴ്സിനെ തന്നെയാണ് ഞങ്ങൾക്ക് അസൈൻ ചെയ്തത്. അപ്പോൾ എല്ലാം പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ അങ്ങനെ മോക്ക് എക്സാം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ റിവ്യൂ ഞങ്ങൾക്ക് ഫാക്കൽറ്റീസ് തരും. ഇപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ പേര് കോർപ്പറേറ്റ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു CIP ഉണ്ടായി. അപ്പോൾ അതിൽ ഇതേപോലെ ഒരു കോർപ്പറേറ്റ് ലെവൽ എങ്ങനെയാണ് വർക്കിംഗ് എല്ലാത്തിനും ഒരു എക്സ്പോഷർ തന്നായിരുന്നു. ഞാൻ അഫിലിയേറ്റ് ആയി കഴിഞ്ഞ് വിത്തിൻ 24 hours തന്നെ എനിക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. ആഫ്റ്റർ 2 days കഴിഞ്ഞിട്ട് എനിക്കൊരു ബിഗ് ഫോറിലൊരു ഓപ്പർച്യൂണിറ്റി തന്നായിരുന്നു. ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തരിക എന്നുള്ള മാത്രമല്ല, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിനും കൂടി ഒരു അസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് എങ്ങനെ പെർഫോം ചെയ്യേണ്ടത്, ഒരു ACC അഫിലിയേറ്റ് ആയിട്ട് ഏതൊക്കെ ഏരിയാസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കോളേജുകളൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ചിന്മയിൽ ഇന്റഗ്രേറ്റഡ് ഉണ്ടെന്ന് അറിഞ്ഞു. ഒരു വീക്കിന്റെ ഒരു 6 days അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വീക്ക് മൊത്തം തന്നെ നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ കുറച്ച് സന്തോഷങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ സാക്രിഫൈസ് ചെയ്യണതെല്ലാം വിൽ ബി വർത്ത് ഇറ്റ്. അത് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കും. ഈ ഒരു ഫിനാൻസ് ഏരിയ തന്നെ ശരിക്കും ഒരു പ്രൊഫഷണൽ ആവുക അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ആവുക എന്നുള്ളൊരു മോഹമുണ്ട്. 3 വേർഡ്സിൽ ഒതുക്കുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് ഞാൻ പറയണത് സപ്പോർട്ടീവ്. ദേ ആർ വെരി മോട്ടിവേറ്റിംഗ് ആൻഡ് ഓൾസോ ഷേപ്പിംഗ് എക്സ്പേർട്സ്. Heartfelt welcome to this special interaction. Today, we have an extraordinary achiever along with us, an ACCA affiliate who have completed his ACCA journey through the exemption route of Logic School of Management. Congratulations, Krishna, on your milestone. I'm excited to know how do you feel right now. എങ്ങനെയാണ് കൃഷ്ണയും കൃഷ്ണയുടെ ഫാമിലി മെമ്പേഴ്സും ഇപ്പം ഐ ക്യാൻ സീ ദാറ്റ് ഹാപ്പിനെസ് ഫ്രം യുവർ ഫേസ്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മൂമെന്റിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നത്? ഈ ഒരു മൊമെന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു 3-4 വർഷത്തെ ഒരു ഹാർഡ് വർക്കും നമ്മുടെ ഒരു വലിയ ഡ്രീമും നമ്മുടെ എഫേർട്സും എല്ലാവരും കൂടി അച്ചീവ് ചെയ്തിട്ട് ഇരിക്കണ ഒരു മൊമെൻ്റാണ്. അപ്പോൾ എല്ലാവരും കൂടി എല്ലാവരുടെ ആഗ്രഹങ്ങളും സാധിച്ചു എന്ന് അറിയുമ്പോൾ ആ കിട്ടുന്ന റിയലൈസേഷൻ അത് ശരിക്കൊരു ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് ശരിക്കും അറിയില്ല. അങ്ങനെ ഒരു മൊമെൻറ്റിലാണ്. പൊതുവേ ഒരു 24-25 വയസ്സാകുമ്പോഴാണ് സാധാരണ എല്ലാവരും ഈ ഒരു പൊസിഷനിലോട്ട് എത്തിച്ചേരുന്നത്. പക്ഷെ നമ്മുടെ കൃഷ്ണ വളരെ ചെറിയ ഏജിൽ തന്നെ, അതായത് 21 വയസ്സല്ലേ, 21ാം വയസ്സിൽ തന്നെ ഈ ഒരു പൊസിഷനിലോട്ട് എത്തിച്ചേരുന്നു. സോ എൻ്റെ ചോദ്യം കൃഷ്ണയുടെ അമ്മയോടാണേ. സോ കൃഷ്ണയുടെ അമ്മയുടെ മുഖത്ത് തന്നെ സന്തോഷം കാണാം. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? മകൻ ഇത്രയും ചെറിയൊരു ഏജിൽ തന്നെ ഇത്രയും വലിയൊരു പൊസിഷനിലോട്ട് എത്തിച്ചേരുമ്പോൾ എങ്ങനെയാണ് ഫീൽ ആകുന്നത്? ഞങ്ങളുടെ ഡ്രീം അവൻ സഫലമാക്കി തന്നു. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, അതിൻ്റെ ഇടയിൽ കൂടി കലകളും കൊണ്ടുപോയി. വളരെയധികം സന്തോഷമാണ്. അച്ഛനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഡ്രീം സഫലമായി. കൃഷ്ണ BCom + ACCA കോഴ്സാണ് എടുത്തത് അല്ലേ? സോ എന്തുകൊണ്ടാണ് ഒരു ഇൻ്റഗ്രേറ്റഡ് ക്വാളിഫിക്കേഷൻ എടുക്കാൻ തീരുമാനിച്ചത്? ആൻഡ് പൊതുവേ എല്ലാവരും 13 പേപ്പർ എഴുതി കഴിഞ്ഞ് അങ്ങനെ ഒരു ACCAയിലോട്ട് കയറുന്നവരാണല്ലോ. പക്ഷേ എന്തുകൊണ്ടൊരു ഇൻ്റഗ്രേറ്റഡ് ക്വാളിഫിക്കേഷൻ എടുക്കാൻ തീരുമാനിച്ചത് ഒന്ന് പറയാമോ? എനിക്ക് ആക്ച്വലി +2 കഴിഞ്ഞിട്ട് ഞാൻ കൊമേഴ്സ് എടുത്തത് ശരിക്കും സയൻസിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ പിന്നെയാണ് എനിക്കൊരു സബ്ജക്റ്റ് അറിഞ്ഞ പിന്നെ ഒരു ഇൻട്രസ്റ്റ് കിട്ടിയത് ഈ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കൂടി എടുക്കണമെന്ന്. അങ്ങനെയാണ് എനിക്ക് ACCAയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു കൊമേഴ്സ് ഡിഗ്രി എന്തായാലും ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കൂടിയും വേണം. അപ്പോൾ 2 എണ്ണം കൂടിയും ഇപ്പോൾ BCom കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ACCA ചെയ്യുന്നതെങ്കിൽ അത് ഒരു 6 years അല്ലെങ്കിൽ 5 years എന്തായാലും എടുക്കും. അപ്പോൾ അതിനേക്കാളും അത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഇൻ്റഗ്രേറ്റഡ് ബാച്ച് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ വിത്തിൻ 3 years നമുക്കത് രണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായിരുന്നു എൻ്റെ മെയിൻ ഐഡിയ ചെയ്തെടുക്കാനായിട്ടുള്ളത്. കൃഷ്ണ ലോജിക്കായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ACCA ക്വാളിഫിക്കേഷൻ എടുത്തത്. സോ ലോജിക്കിൻ്റെ സൈഡിൽ നിന്നുള്ള കൃഷ്ണയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആക്ച്വലി ഇതൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് തന്നെയാണ് എടുത്തത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഓരോ ട്യൂട്ടേഴ്സും ഇതേപോലെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ഈ ഏരിയയിൽ മികവ് പുലർത്തിയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. അതേപോലെ തന്നെയായിരുന്നു അവർ ട്യൂട്ടേഴ്സും. അതായത് ഓരോ പേപ്പർ പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ ഇൻഡസ്ട്രിയിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ട്യൂട്ടേഴ്സിനെ തന്നെയാണ് ഞങ്ങൾക്ക് അസൈൻ ചെയ്തത്. അപ്പോൾ അവരെങ്ങനെ ഞങ്ങളെ മെൻറ്റർ ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഞാനൊരു സ്പെസിഫിക്കലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് റെഗുലറായിട്ട് മോക്ക് എക്സാം ലോജിക്ക് തരാറുണ്ടായിരുന്നു.
അപ്പോൾ എക്സാമിനൊരു 2-3 വീക്സ് മുമ്പായിരിക്കും അത് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാം പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ അങ്ങനെ മോക്ക് എക്സാം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ റിവ്യൂ ഞങ്ങൾക്ക് ഫാക്കൽറ്റീസ് തരും. അതായത് നമ്മൾ എഴുതിയ ആൻസർ എങ്ങനെ ഉണ്ടായി, എന്തായിരുന്നു നമ്മുടെ സ്ട്രെങ്ത്ത്, നമ്മുടെ വീക്ക്നെസ് എന്തായിരുന്നു, നമ്മൾ എവിടെയാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു ആൻസർ സ്ട്രക്ചർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കുറേ പഠിച്ചാലും നമുക്ക് കറക്റ്റ് ആൻസർ സ്ട്രക്ചർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു ഹെൽപ്പ് തന്ന കാരണമാണ് എനിക്കൊരു അഫിലിയേഷൻ സ്റ്റാറ്റസിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയതെന്ന് ഐ സ്ട്രോങ്ലി ബിലീവ്. ഓക്കെ. സോ കൃഷ്ണ അവിടുത്തെ ട്രെയിനേഴ്സിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. സോ യു ഹാവ് എൻ വെൽ ഡെപ്ത് നോളേജ് അബൌട്ട് ദി പേപ്പേഴ്സ്. ഈ പേപ്പേഴ്സിൻ്റെ നോളേജിന് പുറമെ എന്തെങ്കിലും എക്സ്ട്രാ സപ്പോർട്ട് ലോജിക്കിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ലൈക്ക് വാട്ട് എക്സ്ട്രാ ഗെയിൻ ചെയ്യാൻ പറ്റും, ലൈക്ക് സംതിങ് ലൈക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായും. എനിക്ക് ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സിലബസിൽ നിന്ന് മാറിയിട്ട് അഡീഷണൽ സ്കിൽസ് കുറേ ഉണ്ടാവും. അതായത് ഇപ്പോൾ എക്സലിൻ്റെ ഉള്ള ഒരു ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിപ്പോഴത്തെ ജോബ് മാർക്കറ്റിൽ അത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. അപ്പോൾ ലോജിക്ക് അതിന് ബേസ് നോളജ് ആദ്യം തന്നു. അത് കഴിഞ്ഞിട്ട് ടുവേർഡ്സ് ദി എൻഡ് അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് നോളജും എൻ്റെ ഓരോ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് തന്നായിരുന്നു. ഇപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ പേര് കോർപ്പറേറ്റ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു CIP ഉണ്ടായി. അപ്പോൾ അതിൽ ഇതേപോലെ ഒരു കോർപ്പറേറ്റ് ലെവൽ എങ്ങനെയാണ് വർക്കിംഗ് എല്ലാത്തിനും ഒരു എക്സ്പോഷർ തന്നായിരുന്നു. അലോങ് വിത്ത് എക്സൽ എങ്ങനെയാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് എങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു ഇതും തന്നായിരുന്നു. സോ അത് എനിക്ക് വെരി യൂസ്ഫുൾ ആയിരുന്നു. ലോജിക്കിൻ്റെ സൈഡിൽ നിന്നുള്ള പ്ലേസ്മെൻറ്റ് സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കൃഷ്ണനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. അതായത് ഞാൻ അഫിലിയേറ്റ് ആയി കഴിഞ്ഞ് വിത്തിൻ 24 hours തന്നെ എനിക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 2 days കഴിഞ്ഞിട്ട് എനിക്കൊരു ബിഗ് ഫോറിലൊരു ഓപ്പർച്യൂണിറ്റി തന്നായിരുന്നു. അതായത് ബിഗ് ഫോർ എന്നൊക്കെ പറയുമ്പോൾ ഈ മേഖലയിലുള്ള എല്ലാവരുടെയും ഒരു ഡ്രീം എന്ന് വേണേൽ തന്നെ പറയാം. അപ്പോൾ ഞാൻ ആക്ച്വലി അതിനുവേണ്ടി ഇപ്പോൾ ഉള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തരിക എന്നുള്ളത് മാത്രമല്ല, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിനും കൂടി ഒരു അസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് എങ്ങനെ പെർഫോം ചെയ്യേണ്ടത്, ഒരു ACC അഫിലിയേറ്റ് ആയിട്ട് ഏതൊക്കെ ഏരിയാസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എല്ലാത്തിനുള്ളൊരു ഹെൽപ്പ് അവിടെ തന്നിട്ടുണ്ട്. എല്ലാ പേപ്പറും കൃഷ്ണ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയാണല്ലോ പാസ്സായത് അല്ലേ? സോ കൃഷ്ണ ഈ ഒരു അച്ചീവ്മെൻറ്റിലോട്ട് വരാൻ വേണ്ടി എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ വേണ്ടി കൃഷ്ണ ഇട്ടൊരു എഫേർട്ട്, അത് വളരെയധികം അടുത്തറിഞ്ഞത് കൃഷ്ണയുടെ അമ്മയായിരുന്നല്ലോ. അപ്പം അതിനുവേണ്ടി കൃഷ്ണയുടെ അമ്മ കൊടുത്ത സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കൃഷ്ണ 10th ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ 98.5 ഉണ്ടായിരുന്നു. 10th ക്ലാസ്സിൽ +2 CBSE ആയിരുന്നു. അപ്പോൾ 10th കഴിഞ്ഞപ്പോൾ തന്നെ അവൻ അപ്ലൈ ചെയ്തത് കൊമേഴ്സാണ് ഫസ്റ്റ് ചോയ്സ് വെച്ചത്. അപ്പോഴും ഞങ്ങൾ നിനക്ക് സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴും സമയമുണ്ട്, മാറ്റാനുള്ള സമയമുണ്ട് എന്ന് തലേ ദിവസം കൂടി ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പോഴും അവൻ അതിൽ തന്നെ ഉറച്ചു നിന്നു, കൊമേഴ്സ് തന്നെ പഠിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് കൊമേഴ്സ് എടുത്തത് +2. പിന്നീട് +2 കഴിഞ്ഞപ്പോൾ ഡിഗ്രി ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എവിടെയാണ് അന്വേഷിച്ച് സാധാരണ റെഗുലർ കോളേജിൽ പോവാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് അവൻ വേണ്ടാന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ACCയും കൂടി രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഗുലർ കോളേജ് വേണ്ട എന്നാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കോളേജുകളൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ചിന്മയ കണ്ടത്. അപ്പോൾ ചിന്മയയിൽ ഇൻ്റഗ്രേറ്റഡ് ഉണ്ടെന്ന് അറിഞ്ഞു. അതാണ് അവിടെ ചെന്ന് ചേരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. അവനെല്ലാം നല്ല ഭംഗിയായി പഠിച്ചു. പഠിക്കാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എല്ലാം നന്നായി പഠിച്ചു. ഞാൻ പഠിക്കാൻ പറയുമ്പോൾ അമ്മ എന്നോടൊന്നും പറയണ്ട, ഞാൻ പഠിച്ചോളാം എന്ന് മാത്രമേ പറയുള്ളൂ. കൃഷ്ണ ഇപ്പം ACC കംപ്ലീറ്റ് ചെയ്ത് അഫിലിയേറ്റ് ആയിട്ട് ഇരിക്കുകയാണല്ലോ. സോ കൃഷ്ണനെ പോലെ ഇനി BCom + ACCA കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരും അഫിലിയേറ്റ് എന്നൊരു സ്വപ്നം കാണുന്നവർക്കും വേണ്ടിയുള്ള അഡ്വൈസ് എന്തായിരിക്കും? അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഓപ്റ്റ് ചെയ്ത കോഴ്സ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. അതാകുമ്പോൾ വിത്തിൻ 3 years നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, BCom + ACCA. അപ്പോൾ കേൾക്കുമ്പോൾ നല്ലൊരു ഹാർഡ് വർക്ക് വേണം തോന്നും. കാരണം വിത്തിൻ 3 years ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ഒരു ഡിഗ്രിയും കൂടിയാണ് ഇത്. അപ്പോൾ അത് രണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും നല്ലൊരു വർക്ക് വേണം. കാരണം ഒരു വീക്കിൻ്റെ ഒരു 6 days അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വീക്ക് മൊത്തം തന്നെ നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ കുറച്ച് സന്തോഷങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ സാക്രിഫൈസ് ചെയ്യണതെല്ലാം വിൽ ബി വർത്ത് ഇറ്റ്. അത് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കും. പിന്നെ ഇപ്പോൾ ഞാൻ പഠിച്ച ഒരു രീതി എന്ന് പറയുമ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ മതി. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രൊഫഷണൽ ഇപ്പോൾ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ബേസ് ബിൽഡ് ചെയ്താൽ മതി. നല്ലൊരു ബേസ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ശരിക്കും ഈസി ആയിരിക്കും. എനിക്ക് അതുകൊണ്ടാണെന്ന് തോന്നണേ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പ്രൊഫഷണലും ക്ലിയർ ചെയ്യാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കൃഷ്ണയുടെ നെക്സ്റ്റ് പ്ലാൻസ് എങ്ങനെയാണ്? ഡു യു ഹാവ് എനി അക്കാഡമിക് ഗോൾസ് ഓർ ഫിനാൻഷ്യൽ ഗോൾസ്? എന്താണ് കൃഷ്ണയുടെ നെക്സ്റ്റ്? എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ കറൻ്റ് ഇപ്പോൾ ഒരു ജോബിന് വേണ്ടി സെർച്ച് ചെയ്യണം. അപ്പോൾ ഞാനൊരു ടെസ്റ്റ് എഴുതിയിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ്. ഇനി കുറച്ചും കൂടി ലോങ് ടേം ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു അഡീഷണൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും കൂടിയും എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പം എൻ്റെ മൈൻഡിലുള്ളതെന്ന് പറയുമ്പോൾ CWM എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അതൊരു വെൽത്ത് മാനേജ്മെൻറ്റ് ഏരിയ ആണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ അക്കൗണ്ടിങ് ഏരിയയിൽ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളായിരുന്നു. ഇനിയും അതിനെയും കൂടി അഡീഷണലായിട്ട് വേറൊരു ഏരിയയിലും കൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനാൻസ് ഏരിയ തന്നെ കുറച്ചും കൂടി ഒരു ശരിക്കും ഒരു പ്രൊഫഷണൽ ആവുക അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ആവുക എന്ന് ഉള്ളൊരു മോഹമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ACCയുടെ കുറച്ച് മെമ്പർ ആവുക, അത് കഴിഞ്ഞ് ഫെല്ലോ മെമ്പർ ആവുക, അതും എൻ്റെ പ്ലാനിലുണ്ട്. കൃഷ്ണ ചിന്മയ വിശ്വവിദ്യാപീഠത്തിലെ സ്റ്റുഡൻ്റ് ആണല്ലോ. സോ BCom+ ACCA പഠിച്ച ആ ഒരു കാലയളവിൽ എങ്ങനെയായിരുന്നു ചിന്മയിൽ നിന്നുള്ളൊരു സപ്പോർട്ട്? ലൈക്ക് ചിന്മയുടെ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട്, അവിടുത്തെ ട്യൂട്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് BCom തരുന്നത് ചിന്മയായിരുന്നു. അതേപോലെ തന്നെ ACCA പ്രൊവൈഡ് ചെയ്തത് ലോജിക്കായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൊരു ടൈപ്പിലും അത് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് വീക്കിലി ഒരു 3 days BCom ക്ലാസ്സും വീക്കിലി ഒരു 3 days ACCA ക്ലാസ്സും അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. സോ ആക്ച്വലി ഇപ്പോൾ ചില സമയങ്ങളിൽ കോളേജിൽ ഓരോ ഇവൻറ്റുകളും ഓരോ ഇതുകളും ഉണ്ടാവും. അപ്പോൾ അത് കാരണം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഷെഡ്യൂളെല്ലാം പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അസൗകര്യം വരികയാണെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറൊരു ഡേ നമുക്ക് ക്ലാസ് അറേഞ്ച് ചെയ്യൽ, അങ്ങനെ ഒരു ഓപ്ഷൻ ചിന്മയ തന്നായിരുന്നു. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യൽ ലോജിക്കും ചെയ്തായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ശരിക്കുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പഠിക്കുമ്പോൾ അവരെന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ, ശല്യപ്പെടുത്താണ്ടിരിക്കുക, അങ്ങനെ ഒരു ഇതായിരുന്നു. അതായത് പൊതുവെ ഞാനൊരു 5-6 പേര് താമസിക്കുന്ന ഒരു ചെറിയൊരു റൂമിലാണ്. അപ്പോൾ ഡിസ്റ്റർബൻസ് കൂടുതലുള്ളൊരു ഏരിയ ആണ്. പക്ഷെ എന്നാലും അവരുടെ എല്ലാവരും സപ്പോർട്ട് കാരണം എനിക്ക് നന്നായിട്ടിരുന്ന് പഠിക്കാൻ പറ്റി. പഠിക്കാൻ ഒരു നല്ല എൻവയോൺമെൻറ്റ് ഉണ്ടാവുന്നത് ഒരു കീ തിങ്ങാണ്. അതായിരുന്നു അവർ ചെയ്തൊരു സഹായം. ലോജിക്കിനെ കുറിച്ചൊരു 3 വേർഡ്സിൽ പറയാൻ പറ്റുവാണെങ്കിൽ എന്തായിരിക്കും പറയാം? 3 വേർഡ്സിൽ ഒതുക്കുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് ഞാൻ പറയണത് സപ്പോർട്ടീവ്, പിന്നെ ദേ ആർ വെരി മോട്ടിവേറ്റിംഗ് ആൻഡ് ഓൾസോ ഷേപ്പിംഗ് എക്സ്പേർട്സ്. ഇപ്പോൾ ലോജിക്ക് 20th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാണ് ഈ വർഷം. ഓൾ ദി ബെസ്റ്റ് ഫോർ ദെയർ ഫ്യൂച്ചർ. അതേപോലെ തന്നെ ഇനിയും ഇതേപോലെ പ്രൊഫഷണൽസിനെയും എക്സ്പേർട്സിനെയും ഷേപ്പ് ചെയ്യട്ടെ. ഐ വിഷ് യു ഓൾ.